സുഹൃത്തുക്കളെ, ഞാനിപ്പോഴുള്ളത് സാൻ ഫ്രാൻസിസ്കോ ഇൻ്റർനാഷണലിലാണ്. ഇപ്പോൾ തന്നെ ലോസ് ഏഞ്ചൽസിന് അടുത്തുള്ള ഒരു എയർപോർട്ടിൽ നിന്ന് ഞാനിപ്പോൾ ഇവിടെ വന്ന് സാൻ ഫ്രാൻസിസ്കോയിൽ ഇറങ്ങി. ഇതെൻ്റെ കണക്ഷൻ ഫ്ലൈറ്റാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റിൽ ഞാനിവിടെ നിന്ന് ബോസ്റ്റണിലേക്ക് പോകും. ബോസ്റ്റൺ ഏകദേശം ഒരു 6 മണിക്കൂർ യാത്രയാണ് ബോസ്റ്റണിലേക്കുള്ളത്. അപ്പോൾ സാൻ ഫ്രാൻസിസ്കോയെ പറ്റി പറയുമ്പോൾ, സാൻ ഫ്രാൻസിസ്കോ ലോകത്തെ ടെക്നോളജിയുടെ ആസ്ഥാനമാണ്. എല്ലാം കണ്ടുപിടിച്ചത് ഇവിടെയാണ്. ആപ്പിൾ, കുപ്പർട്ടീനോ, ഇവിടെ നിന്നും ഒരു 15-20 മിനിറ്റ് അകലെ, ഈ എയർപോർട്ടിൽ നിന്നൊരു 15 മിനിറ്റ് അകലെ കുപ്പർട്ടീനോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയൊരു ക്യാമ്പസ് ഉണ്ട്. ആപ്പിൾ ഐഫോണ്, ഐമാക്, ഈ വക സാധനങ്ങൾക്ക്, ഐപാഡും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അവിടെ നിന്നും. പിന്നെയുള്ളത് ഗൂഗിൾ ഇവിടെയാണ്, യൂട്യൂബ് ഇവിടെയാണ്, ഇൻസ്റ്റാഗ്രാം, ടെക്നോളജിയിൽ നിങ്ങൾ പേരെടുത്ത് പറഞ്ഞാലോ ഒക്കെ ഇവിടെയാണ്. അതിൽ വേറൊരു പ്രത്യേകത, ഇന്ത്യക്കാരാണ് ഈ ടെക്നോളജിയുടെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന എല്ലാ അധിപന്മാരെന്ന് പറഞ്ഞാൽ സുന്ദർ പിച്ചൈ, സത്യ നടേല, അങ്ങനെ ഒട്ടനവധി ആൾക്കാർ, സ്റ്റാർബക്സിൻ്റെ ലക്ഷ്മിനാരായണ ആളുകൾക്ക് മാറി, പിന്നെ അങ്ങനെ മാസ്റ്റർ കാർഡ്, അങ്ങനെ ഒട്ടനവധി കമ്പനികളുടെ തലപ്പത്തിരിക്കുന്ന ഇന്ത്യക്കാരാണ് ടെക്നോളജിയുടെ തലപ്പത്ത്. പിന്നെ ഈ സിലിക്കൺ വാലി, ഇവിടെ നിന്നും വേറെയുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ആളില്ലാത്ത കാറുകൾ ഇവിടെ ഓടിത്തുടങ്ങി. ഇവിടെ ഇപ്പോൾ വേറെ നഗരങ്ങളിലേക്ക് മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തുടങ്ങിയിട്ടാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് കമ്പ്യൂട്ടർ ആയാലും ഇൻ്റർനെറ്റ് ആയാലും എല്ലാ സാധനങ്ങളും. പിന്നെയുള്ളത് വാഷിങ്ടൺ സിയാറ്റിലും ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ്സും ടെക്നോളജി ഡെവലപ്മെൻറ്റും കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പം സാൻ ഫ്രാൻസിസ്കോ അങ്ങനെ അതിനുമാത്രം പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. തന്നെയല്ല, പ്രകൃതിദത്തമായിട്ടുള്ള പലതരത്തിലുള്ള യോസെമിറ്റി നാഷണൽ പാർക്ക് ഇവിടെ അടുത്താണ്. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മരങ്ങൾ, സെക്വോയ നാഷണൽ പാർക്ക് ഉണ്ട്. പിന്നെ ലാസ് വേഗസ്, ഗ്രാൻഡ് കാനിയനൊക്കെ ഇവിടെ നിന്നും എത്തിപ്പെടാവുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ സാൻ ഫ്രാൻസിസ്കോയ്ക്ക് ലോക ഭൂപടത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളത് അവിടുത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ടാണിത്. സാൻ ഫ്രാൻസിസ്കോ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ യാത്ര, ഞാൻ മുമ്പ് നിങ്ങളോട് ചിക്കാഗോ എയർപോർട്ടിൽ വെച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ നിന്ന് ബോസ്റ്റണിൽ, ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു 6 മണിക്കൂറിൽ ബോസ്റ്റൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ, ലോഗൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിപ്പെടും. അവിടെ ഞാൻ എൻ്റെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാനൊരു ഏതാനും 2-3 ആഴ്ച മുമ്പ് ഇവിടെ നിന്നും 5000 കിലോമീറ്റർ ഡ്രൈവ് ചെയ്താണ് കണക്ടിവിറ്റിയിലെത്തിയത്. കണക്ടിവിറ്റി ന്യൂയോർക്കിനടുത്താണ്. അപ്പോൾ അവിടെ നിന്നും നമ്മൾ ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോ, ടെക്നോളജിയുടെ നഗരമായ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഈ എയർപോർട്ടുണ്ട്. അവിടെ ബാറുകളും മറ്റ് സംവിധാനങ്ങളും. ഇവിടുത്തെ എയർപോർട്ടുകൾ പലപ്പോഴും യാത്ര ചെയ്യുന്നവർ അല്പം ബീറോ അങ്ങനെയുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെയാണ് ഇവർ യാത്ര ചെയ്യുക, അമേരിക്കൻസ്. ഒട്ടനവധി ഫ്ലൈയിങ് ഒക്കെയുള്ള രാജ്യമാണ്. കുറേ ആൾക്കാർ യാത്രകൾ ചെയ്യുന്ന ഒരു പ്രദേശമാണ് സാൻ ഫ്രാൻസിസ്കോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് എൻ്റെ ഫ്ലൈറ്റ് ബോസ്റ്റണിലേക്കുള്ള ഫ്ലൈറ്റ് ഇപ്പോൾ ഒരു 10 മിനിറ്റ് യാത്ര ചെയ്യുക. അതിൽ നിന്ന് എനിക്ക് ഗേറ്റിലെത്തണം. അതിന് മുമ്പ് നിങ്ങളോട് ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ് ഈ കാര്യം.